കൊഴപ്പൊന്നുമില്ലേ? രാത്രി ആയതുകൊണ്ടാ. ഇല്ല, എവിടെ പോവാന്? ഇനി ഒരു 6 മാസം ഇവിടെ ഉണ്ട്. റെസ്റ്റാ, വയ്യ. ശരി. അല്ല മോനാ, എന്തപ്പണ്ടായി? മോലാളിനെ എയർപോർട്ടിൽ വിട്ടാണ് തിരിച്ചു വരികയാണ്. ഒരു ലൈലന്റ് ഒന്നാട് കയറി. ഏത് ലൈലാണ്? ലൈലല്ല, അത് വന്ന് നേരട് കയറി. ഒന്ന് കണ്ണു മാളിപ്പോയി. സ്കൂട്ടറല്ല, മോലാളിന്റെ പുതിയ വണ്ടിയില്ലേ അത്. ഏത്? ആ കറുത്തതോ? എന്താ മറ്റേ BMW. എന്താ ഈ പറഞ്ഞത്? അത് എത്ര കോടി കണക്കിന് ഉറപ്പില്ലേ അതിന്? അവന്റെ മോഹന കായ് കുഴപ്പമില്ല. ഇപ്പൊ എന്ത് നീ വണ്ടിയുടെ പണിയുടെ കാശ് വയ്ക്കാനാണോ നീ വന്ന്? അവനെന്താ പറ്റിയെന്ന് അന്വേഷിക്കാൻ വന്നല്ലേ? അല്ല എന്റെ സൂത, പറ്റി. ഇപ്പൊ ആർക്കായാലും കായ് ചെലവാക്കണ്ടവരാ ചെലവാക്കണ്ടേ? എന്നെ പറഞ്ഞേ, ഇപ്പൊ ചുരുങ്ങി ഒരു 5 ലക്ഷം ഉറുപ്പ്യ പോയിണ്ടാവും. 5 നിക്കൂല, 5 കൂടുതൽ വരും. എന്റെ കോയ, അതൊക്കെ ഉണ്ണി മുതലാളിയല്ലേ, അയാൾക്ക് 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ എന്താള്? അതൊക്കെ അയാൾ ചെലവായിക്കോളും. ഏടാ ചെങ്ങായി, അത് അങ്ങനത്തെ ഒരു മനുഷ്യനായ കാരണോ? ഇനിയിപ്പൊ അത് മാത്രമൊന്നല്ലോ, നിനക്കിപ്പോ എന്താ 6 മാസം കിടക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞു. ഡിസ്ക് പോയി കിടക്ക. അപ്പൊ അതിനാണ് ഇപ്പൊ ഈ 6 മാസം. 6 മാസം കിടക്കണം. ഇത് കുഴപ്പമില്ല, അതിപ്പോ 2 ദിവസം കൊണ്ട് വെട്ടും. ചെറിയ സ്ക്രാച്ച് ഉള്ളു. എല്ലാ ചെലവും മുതലാളിയിലെടുത്ത്. എല്ലാ ചെലവും, ആസ്ത്രീത്തെ ഫുള്ള് ബില്ലും. ആളൊന്ന് പരിചയപ്പെടുത്തണം കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് വരും. അതെല്ലേ, നേരം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കായ് ഒക്കെ ഉള്ള ഒരാളുണ്ട് പറഞ്ഞൊരു ബഹുമാനല്ലേ നമുക്ക്? അല്ല, അങ്ങനെയുള്ള ഒരാള് ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും വിചാരിച്ചാവാൻ പറ്റും. അങ്ങനെ ഒന്നും ആവാനൊന്നും പറ്റില്ല. എന്നിട്ട് എന്താ ചെയ്യാവാത്തത്? എന്റെ അടുത്തേക്ക് വണ്ടി വരണ്ടല്ലോ. വലിയ വണ്ടിയാണല്ലോ. അതെ, ആരമാണ്? അതന്നെ നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്ന മോലാളി. ഏത്? ഉണ്ണി മുതലാളിയോ? ഉണ്ണി മുതലാളി 1.5 കോടി ബഡ്ജറ്റ് പരിപാടിയല്ലേ, അത് വിഷയമല്ല, അത് നമുക്ക് വേണം. നിക്കോ ചങ്ങായി, വലിയ ആൾക്കാർ വരുമ്പോ എനിക്കൊരു ബഹുമാനം കാണിക്കട്ടെ. എന്തിന്? പണം ഒരു വിഷയമല്ലോ. ഏതാ മുതലാളി? പാന്റ് ഇട്ടതാ? മുണ്ട് എന്ത് വരച്ചാണ്ടല്ലേ മുണ്ടല്? മുൻകൊടുത്ത മുതലാളി. കണ്ണായ സ്ഥലത്താണ് 30 സെന്റ്, അത് നമുക്ക് വേണം. വഴിയില്ലെങ്കിൽ എന്തില്ലത്? ആ ഭാഗത്തിലെ കംപ്ലീറ്റ് സ്ഥലം വാങ്ങാം. അപ്പൊ ഏത് വഴിയാ നമുക്ക് തെരഞ്ഞെടുക്കാലോ? ആ ഭാഗത്തിലെ മൊത്തം സ്ഥലം മേടിച്ച വഴിയായില്ലേ, നമുക്ക് ഇഷ്ടമില്ലടുത്ത വഴിയേക്കാം. റോഡ് കൊടുക്കുന്ന റോഡ് വാങ്ങിച്ചോ. റോഡ് കൊടുക്കൂല, ശരി. ബാക്കി കാര്യങ്ങൾ രാഘവട്ടം ചെയ്യും. ഓക്കെ, ശരി. മോനാ, എങ്ങനെയുണ്ട്? ഇപ്പൊരു കുഴപ്പമില്ല മുതലാളി. ഇപ്പൊ ആ ഡിസ്കിന്റെ ഒരു ഇതില്ലേ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു 6 മാസം റെസ്റ്റ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ഓക്കെയാണ്. ഡിസ്ക് നമുക്ക് വേറെ മേടിക്കാം. മുതലാളി, കാലിന് എങ്ങനെയുണ്ട്? കാലിന് കുഴപ്പമില്ല. കാലിപ്പോ ഈ 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പ്ലാസ്റ്റർ വെട്ടി കഴിഞ്ഞ പിന്നെ സുഖമായി. ഇല്ല മോന? വേദന കുറവുണ്ട് എനിക്ക്. വേദന ഇല്ല, വേദന ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇല്ലല്ലോ. ഇതാരാ? ഇതിവിടെ അടുത്തില്ല. സുഖദേട്ടന് കോയ ബ്രോക്കർമാരാ. ഞങ്ങളെ അയൽവക്കാണേ. എന്റെ പേര് കോയാന്ന്. ഇത് വിൽപ്പനന്റെ ആൾക്കാരാ. ആണല്ലേ? ചെറിയ സ്ഥല കച്ചവടം വരുന്നൊക്കെയാണ്. 2 ദിവസം ബിസിനസ് സംബന്ധമായിട്ട് ദുബായിലായിരുന്നു ഞാൻ. ഞങ്ങളറിഞ്ഞ് കാര്യങ്ങളൊക്കെ രാഘവട്ടം ശ്രദ്ധിച്ചിരുന്നു. ഒക്കെ പറഞ്ഞു മോനൊക്കെ പറഞ്ഞു. മോനാ, ഒന്നും പേടിക്കണ്ട. ഇതിലും പറഞ്ഞിപ്പോ ആരാ പറയാള്? മോന്റെ ഭാഗ്യാണ് മൂപ്പരുടെ അടുത്ത് ചെന്ന് പറ്റായി. കാര്യങ്ങളൊക്കെ ഭാര്യ നോക്കണ്ടേ, കുഴപ്പമൊന്നുമില്ല. ദമയന്തി, ചായ എടുക്കാൻ പോയതാ. ചായ ഒന്നും വേണ്ട. അതെ, മുതലാളിക്ക് ചായ ഒന്നും വേണ്ടാത്ര കേട്ടോ. ചായ എടുക്കുന്ന എടുത്തോട്ടോ, മുതലാളി ഒരു ഭംഗി വാക്ക് പറഞ്ഞതാ. അതെ, എന്നാ ചായ എടുത്തോളിട്ടോ. മുതലാളി ഒരു ഭംഗി വാക്ക് പറഞ്ഞാണ് ഇത്ര. മോൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, കൂടെ ഉണ്ട്. പെട്ടെന്ന് റെഡിയാവുന്നു.
രാഘോട്ടാ കുറച്ച് പൈസ കൊടുത്തേ. എന്തിനാ ആക്രാന്ത് അടിച്ചു നോക്കുന്നു? പൈസ കണക്കല്ല മോനാ. ആയിക്കോട്ടെ, എത്രയെന്ന് അറിയാലോ. എന്താലേ അല്ല, അത്രയും കാശും പണമുള്ള ആൾക്കാർക്ക് പോലും നഷ്ടങ്ങൾ പൈസ എടുക്കാൻ മറന്നുപോയി. വരുമ്പോ പൈസ കയ്യിൽ തന്നേരെ രാഘോട്ടെ. മോഹനെ കൊടുക്കേണ്ട പൈസ തന്നതാ, പിന്നെന്തെടുത്തില്ല? അത് വേറെ ചെലവായി. എന്തെന്ന് രാഘവട്ട ഇത്? ഒരു കാര്യം പറഞ്ഞാല് മോഹന കാർഡ് എടുക്കുക. കാർഡ് എടുക്കും മോനും തത്തെ. മോനാ, വൈകുന്നേരം ഞാൻ പൈസ എത്തിക്കും. ഓട്ടെ. ശരി മോനെ. അന്വേഷിച്ചെന്ന് പറഞ്ഞാ പോയേക്കാ എന്നെ അന്വേഷിച്ചെന്ന് പോട്ടെ 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 പോരെ 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 പോന്ന പോട്ടെ 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 ആ പോട്ടെ പോട്ടെ അറിയില്ല വണ്ടി ഓടിക്കാൻ. ഓടിച്ചോ 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 പോട്ടെ 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 പോട്ടെ. അയ്യ ഇവനെന്ത് പ്രാന്തായ? അല്ല ഇതാ ഉണ്ണി മുതലാളിയല്ലേ? ആന്നേ. പോയേക്കായിട്ട് ഇത്ര ബന്ധമാണോ? എവിടെ ആദ്യമായിട്ട് കാണുക? അല്ല പോയേക്ക എന്തേലും അന്വേഷിച്ചെന്ന് പറഞ്ഞത്? ഏടാ ചേങ്ങായി, വലിയ വലിയ ആൾക്കാർ വന്നിട്ട് ഒരു കാര്യം പറയണതിന്റെ ഇടയിൽ ഈ കേറിട്ട് അതൊന്നും പറഞ്ഞ എങ്ങനെയാണ്? അതെന്ത് വലിയ ആളാ? അത് മറ്റേ നമ്മുടെ ഉണ്ണി മുതലാളിയല്ലേ? അതെന്ത് ഈ ഒരു വിലല്ലാണ്ട് പറഞ്ഞ കോടീശ്വരനാണ്. അയാളുടെ അടുത്ത് കോടികളുണ്ട്, അയാൾക്ക് കൊള്ളാം. നമ്മള് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. അയാളുടെ അടുത്ത് കാശെടുത്ത് പറഞ്ഞ് നമ്മൾ എന്തിനാ അയാളെ ബഹുമാനിക്കണം? അത് പന്റെ നിലപാട്, എന്റെ നിലപാട് അതല്ല. നിങ്ങൾ ആരെ വേണേലും ബഹുമാനിച്ചോ. എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു, അത് എന്താന്ന് ചോദിക്കാം. പറയാ. അതേ എന്റെ മൂത്ത കുട്ടിയുടെ കല്യാണാണ്. അതറിഞ്ഞ് 17-ാം തീയതി അല്ലേ? 17-ാം തീയതി ഉറപ്പിക്കല. ആഹാ, കല്യാണം എന്ന് പറഞ്ഞു. അല്ല എന്നോട് പറയാ പറഞ്ഞേ? ഇല്ല, വാപ്പിച്ച് പറഞ്ഞില്ല. സുധേട്ടൻ പറഞ്ഞില്ല. ഇപ്പാ സുധേട്ടൻ പറഞ്ഞിങ്ങനെ കല്യാണമായിട്ടുണ്ട്, അപ്പൊ അത് ബിരിയാണി വെക്കാൻ. പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു, ഉറപ്പിച്ചപ്പോ തന്നെ പറഞ്ഞു. എന്തേലാവട്ടെ. അപ്പൊ ഞാൻ പറയണതിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ പറയില്ല അതൊക്കെ. പിന്നെ അപ്പൊ 100-500 പേരുണ്ടാവണ ഒരു ചടങ്ങാണ്. നിശ്ചയമാണ്, ഇപ്പൊ കല്യാണമല്ല. അപ്പൊ ഭക്ഷണം അതിന് നല്ല അസല ഭക്ഷണം കൊടുക്കണം. അപ്പൊ 17-ാം തീയതി നിശ്ചയം, 500 പേരുടെ പരിപാടി. ഒന്നും അറിയണ്ട, ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം. നമ്മുടെ കുടുംബത്തിൽ നടക്കണ പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്നെ ഏൽപ്പിക്കണത്. പിന്നെ ഒന്നും അറിയണ്ട പറഞ്ഞാല് കായ് വേണോ, എന്തൊക്കെ സാധനം വേണ്ടെന്ന് വെച്ചാൽ ഞാൻ സൂറയുടെ വാട്സപ്പിലോട്ട് അതിന്റെ ലിസ്റ്റ് ഇട്ടേ. എനിക്ക് സൂറയുടെ വാട്സപ്പിൽ കഴിക്കണ അവളുടെ അല്ല കല്യാണം, മൂത്തോളുടെ ആണ്. അതെ. അപ്പൊ ഹലോ, ഞാൻ എന്നെ വിളിച്ചാ മതി. എന്റെ വാട്സാപ്പിൽ ഇട്ടാലും മതി. അതത് ഗംഭീരമാക്കാം കേട്ടാ. അത് നന്നാക്കണം. എന്നാല് ഞാനേ ഒന്ന് മോനെ കണ്ടേക്കാം. അവനെന്തോ ആക്സിഡന്റ്. എന്നാ ശരി കേട്ടോ, ഞങ്ങൾ ഇറങ്ങാട്ടാ. വരാം, ഒരു ദിവസം വരാം. എല്ലാ കാര്യം പോലാണ് നോക്കിയേക്കാണ്. ശരി. അതെ, ചെമ്പും പാത്രം ഒക്കെ ഞാൻ ഏൽപ്പിച്ചോളാട്ടാ. പൈസ ഇങ്ങോട്ട് തന്നാ മതി. ആയിക്കോട്ടെ. അതൊക്കെ തന്നെ കേട്ടോ. മോനാ, എന്താടാ പറ്റി? മുതലാളിക്ക് 2-3 ദിവസം കുറച്ച് ഭയങ്കര തിരക്കാണ്. എന്തെല്ലോ പരിപാടിയുണ്ട്. അയാള് വലിയ ബിസിനസ്മാൻ അല്ലേ, എന്തെല്ലോ പരിപാടിയുണ്ട്. അതെ, അത് പറഞ്ഞ കേൾക്ക്. അതെ, അങ്ങനെ ആവൂലൂ. അത് ഞാൻ പറയാ, അതിന് സമയം ഉണ്ടാവും പറയാം. അല്ലാണ്ട് ഇപ്പൊ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഞാന് ഒന്ന് മോരാലിനെ ഒന്ന് കാണാനായിട്ട് വന്നാണേ. എന്തേ? ഞാന് മോലാളിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ്.
എന്റെ മോളുടെ കല്യാണ നിശ്ചയാണേ. അപ്പോ അത് 17-ാം തീയതിയാണ് നടക്കണത്. 17-ാം തീയതി 17-ാം തീയതി രാത്രിയിൽ നിങ്ങൾ ദുബായിൽ നിന്ന് എത്തുള്ളൂ. ആ ബിസിനസ് സംബന്ധമായിട്ട് 17-ാം തീയതി ഞാൻ ഗൾഫിലാണ്. രാത്രി 2 മണിക്കേ വരും. അല്ല അപ്പൊ എന്നാ നിങ്ങളൊന്ന് വരണമെന്ന് എന്റെ വലിയൊരു ആഗ്രഹമാണ്. 17-ാം തീയതി രാത്രി 2 മണിക്കാണല്ലോ ഞാൻ എത്തുന്നത്. അപ്പൊ 18-ാം തീയതി എന്ന് പറഞ്ഞാല് ഞാൻ റെസ്റ്റിലാണ്. അതല്ല, എന്നാ 19-ാം തീയതി ആക്കാം. 19-ാം തീയതി ആക്കാലോ. നിങ്ങൾ കുടുംബക്കാരിൽ തീരുമാനിച്ചല്ലേ, അത് ആൾക്കാരെ വിളിച്ചല്ലേ? എന്ത് ആൾക്കാര് നമ്മള് പറഞ്ഞതിനനുസരിച്ച് വരണം. അല്ലാണ്ട് എന്താണ്, മുതലാളിയുടെ ഒഴിവല്ലേ നമ്മൾ നോക്കണ്ടേ. മുതലാളിക്ക് അങ്ങനെ വരാൻ തയ്യാറാണെന്നുണ്ടെച്ചെങ്കിൽ ഞാൻ ഡേറ്റാ മാറ്റും. 19-ാം തീയതി ആക്കാം മുതലാളി. നിങ്ങളൊന്ന് വന്നാ മതി. ആ ഉമ്മർത്ത് വന്ന് ഈ 4 ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ വന്ന് അവിടെ ഇരിക്കുക എന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. ഒന്ന് വന്ന് വന്നാ മതി നിങ്ങൾ. 19-ാം തീയതി വരാം. അപ്പൊ 19-ാം തീയതി ഉറപ്പിച്ച് പോലെ 19-ാം തീയതി പറഞ്ഞട്ടോ. വലിയ സന്തോഷമായി. എന്നാ ശരിട്ടാ രാഘവട്ടാ, എന്നാ ശരിട്ടോ. പിന്നെ നിങ്ങളാ അങ്ങടാ വലിയ കാറില്ല, അതില് വരണട്ടോ. എന്നാ ശരി മുതലാളി, എന്നാ ശരി. നിശ്ചയത് നന്നായി. മരണാണെങ്കിലോ 17, 18, 19 ഫ്രീസറിൽ. നമ്മള് 17-ാം തീയതി എന്നുള്ളതേ 17-ാം തീയതി എന്നുള്ളത് നമ്മള് 19-ാം തീയതിക്ക് ആക്കിട്ടാ. 19 ഇത് എത്ര നേരമായി വിളിച്ചിട്ട്? ഞാൻ വരണ്ടേ? ആ, എന്താ വരാൻ പറഞ്ഞ? ഒരു കാര്യം പറയാനായിട്ടാ. ഞാൻ ആ ജബ്ബാറിന്റെ വീട്ടിൽ ഒരു 200 പേരെ നെയ്ച്ചോറിന്റെ പണിയുണ്ടായി. അപ്പൊ അത് കൊടുത്തു വിട്ടിട്ട് ഇവിടെ കാത്തു നിന്നതാണ്. അതിപ്പോ ഇത്താത്തയുടെ കല്യാണം കഴിഞ്ഞല്ല. അപ്പൊ വീട്ടിൽ ഉമ്മ ഒറ്റക്കാണ്, ഉമ്മക്ക് പാടില്ല. അപ്പൊ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് നിർബന്ധമാണ്. അപ്പൊ എന്താ നീ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമൊന്നും പറഞ്ഞില്ല? അല്ല, അതിപ്പം ഞാനല്ലല്ലോ വാപ്പാനോട്. അല്ല, വാപ്പാനോട് ഞാൻ ചോദിക്കാം. നിന്റെ മനസ്സറിയണമല്ലോ. നമ്മൾ ഈ അവിടെ ഇവിടെ നിന്ന് കയ്യും കലാശവും കാണിക്കല്ലാതെ ഇതുവരെ ഞാൻ അങ്ങനെ തുറന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അല്ല, എനിക്കങ്ങനെ വാപ്പാനോട് ചോദിക്കും. നിനക്ക് വേറെ ഇഷ്ടക്കുറവൊന്നുമില്ല? ഞാൻ പിന്നെ അവിടെ പോണ വഴിയില്ലേ ബിരിയാണി പൊതി വെച്ചിട്ടുണ്ട്, പോണ വഴി എടുത്തോ കേട്ടാ. ഇന്നിപ്പോ ഉണ്ടല്ലോ സുഖ, ഉണ്ണിസാറ് വിചാരിച്ച ഈ നാട്ടിൽ നടക്കാത്ത കാര്യം. ആ എന്ത് കാര്യം? അയാളുടെ കാര്യമല്ല. കാര്യമായിക്കോട്ടെ, അയാളുടെ ഒരു കാര്യം. ഇതെന്താ നിങ്ങളിവിടെ? അല്ല സൂറാന വഴിയിൽ വെച്ച് കണ്ടപ്പേ കയ്യിൽ വെച്ച് കണ്ടപ്പോ ബിരിയാണി നല്ലതാന്ന് ചോദിച്ചാണ്. ഏത് ബിരിയാണി? നമ്മുടെ കല്യാണത്തിന് വെച്ചല്ല ഞാൻ. ആ ബിരിയാണിന്റെ കാര്യം എന്നാ ചോദിക്കണേ? അല്ല, പെട്ടെന്ന് കണ്ടപ്പോ ചോദിച്ചതാണ്. എന്താ വിളിക്കണേ? അതല്ല, ഏതല്ലാതെ വാപ്പാനോട് ഒരു കാര്യം ചോദിക്കാനാണ്. ആർക്ക്? എന്ത് കാര്യം? ഇപ്പഴാ എന്താ പറഞ്ഞേ? വീട്ടിൽ ചെന്നിട്ട് എന്താ എനിക്ക് പറയാളെ? അല്ല, സൂറാനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അത് കഴിച്ചു തരുമോന്ന് ചോദിക്കാൻ പാപ്പാനോട് പറഞ്ഞ് സൂറ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചാണ്. എനിക്ക് വീട്ടിലേക്ക് പോ. എടുപ്പോ ബിരിയാണി എടുക്കാൻ മറക്കണം. വീട്ടിലേക്കല്ലേ? ബിരിയാണി ഏത് ബിരിയാണി അരിഞ്ഞ് പറയണേ? അല്ല, ബിരിയാണിന്റെ പണിയുണ്ടല്ലോ. അപ്പൊ അവളെ നോക്കാൻ അങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ട് വരട്ടെ കേട്ടോ. ഞാൻ വീട്ടിലേക്ക് വരട്ടെ, കാണിച്ചരാ. എന്താ എനിക്ക് പറയണേ? അല്ല, സൂറാന കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നിക്കാഹ് ചെയ്ത് തരുമോന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വാപ്പാനോട്. എനിക്ക് അതിന് വേണ്ടിട്ട് എന്റെ കുട്ടീനെ ഈ നടു റോട്ടിൽ നിർത്തിയിട്ട് ഈ സംസാരിക്കുക. എന്നിട്ട് ഇന്നെ കണ്ടപ്പോ എനിക്ക് കല്യാണാലോചന ഇല്ല. ഞാൻ ഉളുപ്പൻറോ ചങ്ങായി? എനിക്ക് 10ന്റെ പൈസ എനിക്ക് എടുക്കണ്ട കയ്യില് ഉണ്ടോ? ബിരിയാണി പണി ചെയ്ത് ഞാൻ അവളെ നോക്കും. അയ്യോ, നാളെ ബിരിയാണി അങ്ങോട്ട് നിരോധിച്ചു എന്ത് ചെയ്യും? കൂലിപ്പണി എടുത്ത് നോക്കും. അയ്യോ, കൂലിപ്പണി എടുത്ത് നോക്കാൻ എന്റെ കുട്ടീനെ എനിക്ക് അങ്ങോട്ട് ഇട്ട് തരല്ലേ? നാണണ്ട എനിക്ക് എന്താ? കാറും ജീപ്പും ലോറിയും ബസ്സും ഒക്കെ ഉള്ളവര് വന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ തൽക്കാലിന്റെ മുമ്പ് വെക്കോ. എന്റെ പ്രസറ കണ്ടേ
ഓരോ വാർത്താനങ്ങൾ പറയണ്ടായി. ഒരു എളുപ്പില്ലാണ്ട് എന്റെ കുട്ടീനെ അങ്ങടെ ആലോചനക്ക് വന്നേക്കാണ്. നീ എന്തിനാണ് ഇങ്ങനെ പ്രഷർ അടിക്കണേ? പിന്നല്ലാണ്ട് അവൻ കാര്യല്ലേ വെച്ചുള്ളൂ. എന്ത് കാര്യം? അവൻ നിന്നോട് പറയാണ്ട പെണ്ണിനോട് ഒളിച്ചോടി പോയെങ്കിൽ എന്താ ഒളിച്ചോടി പിന്നെ ചോച്ചല്ലേ? ആണുങ്ങളെ പോലെ ചോദിക്കണെങ്കിൽ അതിനൊരു പവർ ഉണ്ടോ? പിന്നെ എന്റെ മോൾക്ക് നീ ഏത് ചെക്കനെ കെട്ടിച്ചു കൊടുക്കാൻ? എന്താണ് എന്ത് ജാതി വർത്താനം പറഞ്ഞ ഇപ്പൊ അതാ വേണ്ടില്ല. ബഹുമാന്യനായ നമ്മുടെ ഉണ്ണിസാറിന്റെ പോലത്തെ അത്യാവശ്യം ഒരു നാട്ടു പ്രമാണി പറഞ്ഞാൽ ശരി തന്നെ, അത് പ്രമാണി തന്നെ. എന്റെ കുട്ടിക്ക് ചെന്ന് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാശും പണവും പവറുള്ള ഒരാളെന്നെ വേണം. അംബാനി വരും. ആരെങ്കിലും ആയിക്കോട്ടെ, അംബാനിയോ കുംബാനിയോ. കച്ചവടം എങ്ങനെയുണ്ട് സുധിയെ? കച്ചവടം ഒന്നും കുഴപ്പമില്ല. എന്താ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണല്ലേ? പിന്നെ ഒക്കെ നമുക്ക് ഒരു 10 ആള് വന്ന് നമ്മള് സംഗതി അങ്ങ് കിടക്കും. ഇത് സംഗതി ചെറിയ കടകളിൽ അലിക്കുള്ള ആളാണ് നീയുള്ളൂ. നീയായ കാരണം ഇതിന്റെ ഉള്ള എങ്ങനെ വേണേലും തേര പാര നടക്കാതിരിക്ക്. അത്രയല്ലേ ഉള്ളൂ. മെരുവിന് കൂട്ടിട്ടുള്ള മാതിരിയാ നിന്നെ കാണുമ്പോ. ഈ മുടി ആരെ പറിച്ചോണ്ടാണ് സുധിയെ? ആൾക്കാർക്ക് കാണാനല്ലോ. സെക്കൻഡ് ഷോയ്ക്ക് ആള് കയറിയ മാതിരിയാണ്. ഉള്ളത് കളയണ്ട നീ, അതെങ്ങനെയും വിറ്റ് കാശാക്കാൻ നോക്ക്. എന്താ കടയിലെ പഴക്കൊലി നിന്റെ തലമാരിയാണല്ലോ സുധിയെ. അവിടെയും ഇവിടെയും മാത്രമല്ലല്ലോ പഴം. സുധിയെ ശരിടാ, സുഖല്ലേ? ഓ, എനിക്ക് സുഹൃത്തിന് എന്താ കുറവ് കുട്ടിയെ? നീ സുരേഷിന്റെ മോനല്ലേ? നീ ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? ബിടെക് കഴിഞ്ഞിരിക്കുക. ബിടെക് കഴിഞ്ഞിട്ട് വീട്ടിക്ക് വല്ല ഗുണമുണ്ടോ? അല്ല, പഠിപ്പ് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. പണിക്ക് പോയിട്ട് കുടുംബം നോക്കണട്ടോളി. അല്ല, ഓരോന്ന് പറയാണേ, ട്രാവൽസർ ഇട്ടോണ്ട് ആള് ചെറുപ്പാവില്ല. പ്രായം തന്നെയാണ്. ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോഴേ എന്തെങ്കിലും പണിക്ക് പോയിട്ട് കുടുംബം നോക്കണം. എന്തേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ? എന്താ മോനാ, നിന്റെ പല്ല് കാണുമ്പോ റഷ്യൻ ടീമില് ആഫ്രിക്കൻ കോളി ഇറങ്ങിയ മാതിരിയാണല്ലോ. ഒരെണ്ണം മാത്രം വേറെ കളറ്. സുധിയെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 കൊല്ലായി അല്ലേ? എന്റെ കല്യാണം 3 കൊല്ലായി. കുട്ടികള് 2 കുട്ടികളുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായി, 3 കുട്ടികളും ഉണ്ട്. ശരി. മാവന്റെ എന്റെ കല്യാണം കഴിഞ്ഞില്ലേ? കൈപ്പ് കുട്ടികളായിക്കോളൂ. മോനാ, കുട്ടികളുണ്ടാവും കല്യാണം കഴിക്കണമെന്നില്ല. ഇവിടെ ഒരാളുണ്ട്, 5-8 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. സ്വന്തം കുറവെന്താ എപ്പോഴും മനസ്സിലായില്ല. നാട്ടുകാരെ കുറ്റം അങ്ങനെ കണ്ടുപിടിച്ച് നടക്കുക. തിരിച്ചിരിക്കണേ, ഞാൻ ഒരു തമാശ പറഞ്ഞോ? പുള്ളി തോളെ കുടിച്ച് ഗ്യാസ് കയറ്റി കിടക്കാടാ. മൈ നിർത്ത്. ആള് കുറച്ചു കാലായിട്ടേ നടന്ന് കളിയാക്ക. അവനവന്റെ തെറ്റും കുറ്റമൊന്നും മനസ്സിലാക്കണല്ലോ. ഈ നിന്ന നേരം കൊണ്ട് എന്റെ തലേനെ കൊണ്ട് എന്റെ കോലം കൊണ്ട് എന്തെല്ലാം പറഞ്ഞു കുട്ടിയെന്നറിയോ? ഞാൻ പിന്നെ മിണ്ടേറ്റ പോട്ടെ, ഞാൻ കുറിച്ച് പോട്ടെ. അതാ ഞാൻ പറഞ്ഞതേ, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊരു പതിവാ. ഇടക്കൊരു ഡോസ് എടുത്തില്ലെങ്കിൽ ഓല അങ്ങോട്ട് കയറി പോകും. അത് വേണം. ഇനി എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ട് ഈ നാക്ക് ഞാൻ പുഴുതെറിയും ഞാൻ. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെ പറഞ്ഞ എന്തിനാണ്? ബാക്കിയുള്ളവർക്ക് ഗതി ചേട്ടൻ ഓരോ കാര്യങ്ങൾ എന്തേ? ഒന്നുമില്ല. 5-8 വർഷമായി മനുഷ്യൻ ഇങ്ങനെ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഒരു കുഞ്ഞുകാല് കാണാൻ വേണ്ടിട്ട് ഇനി ചെലവാക്കാത്ത ഒന്നുമില്ല. വേദി കേട്ടോനാണെങ്കിൽ ഒന്നും ശരിയാവണില്ല. വന്നവനും പോയവനൊക്കെ കളിയാക്കാൻ തന്നെ ഇപ്പൊ നേരമുള്ളൂ. അങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എന്തിനെങ്ങനെയാണെന്ന് ഉച്ചയെടുക്കണേ? അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ്? വെറുതെ ഒരു സോഡ കുടിക്കാൻ കയറുന്നാണ് ഞാൻ അവിടെ കടയില്. അപ്പൊ എന്ത് അവിടെ പാറയിലെ മോനും സുതിയും കൂടിയിട്ട് കളിയാക്കുന്നു. എന്താണ് 5-8 കൊല്ലായാലോ ഇതുവരെ കുഞ്ഞുകാല് കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊക്കെ കുട്ടികളായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് തമാശ. നിങ്ങൾ എന്തെങ്കിലും അവരോട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ ഈ ജാതി വർത്താനം പറയില്ല. ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ചിരിക്കാനുള്ളതാണ്.
നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരണ എന്തിനാ? എന്ത് പറഞ്ഞു നീ പറഞ്ഞു നീ കഥ നീ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അത് കേട്ടിട്ടുണ്ട്. വെറുതെ വർത്താനം പറയാൻ നിൽക്കാണ്ട്. ഒന്നാമത്തെ ചക്ക എന്ന് പറയുമ്പോ മാങ്ങ എന്ന് പറയണ എന്താണ് നീ? ഞാൻ പറഞ്ഞ കാര്യം അതല്ലോ. എന്റെ കയ്യിൽ ഇനി ഗതിയില്ല, എന്റെ 10 പൈസ ഇല്ല എന്റെ കയ്യില്. ഒരു കുഞ്ഞിക്കാല് പറക്കണം എന്നെനിക്ക് പൈസ തരവാക്കണം നീ. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഡോക്ടർ IVF ചെയ്യണ കാര്യം പറഞ്ഞല്ലേ? IVF IS എടുക്കണമെങ്കിൽ ഇവിടെ കയ്യിൽ കാശ് വേണ്ടേ? എന്നിട്ട് വേണ്ട ഡോക്ടറെ പോയി കാണാന്. ശീതളേട്ടനെ എന്തിനാ എന്നിങ്ങനെ കുറ്റപ്പെടുത്തും പോലെ പറയണേ? ഞാൻ എന്നോട് പറഞ്ഞില്ല. എന്നോട് എന്താ പറഞ്ഞു ഞാന്? അച്ഛനൊന്ന് പോയി കാണും, 10 പൈസ ഉണ്ട് മേടിക്കുന്നു പറഞ്ഞിട്ട് നീ എന്താ പറഞ്ഞേ? എനിക്ക് നാണക്കാണെന്ന്. അപ്പൊ നാണം കേട്ട അവിടെ ഇരിക്കേ. ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടെ. അച്ഛനോട് ഇതൊക്കെ പോയിട്ട് എങ്ങനെ പറയാ? അച്ഛനോട് എങ്ങനെ പറയാന്നാ? ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിക്കുക, എന്നിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുക, എന്നിട്ട് ഡോർ തുറക്കുമ്പോ അച്ഛൻ വരും. അപ്പൊ അച്ഛനോട് അങ്ങോട്ട് പറയാ. അങ്ങനെ തന്നെ. ബാക്കിയുള്ളവർക്ക് ഗതിയില്ലാത്തോണ്ടാണ് ഈ പറഞ്ഞത്. ചെലവാക്കി നയിച്ച് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ആൾക്കാരും കൂടെ. ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് വരുമ്പോ ഒരു നേരത്തെ ചോറ് തരാതെ നീ എവിടത്തെ ഭാര്യയാണ്? ചോറ് ചോറ് വെക്കാതെ എന്ത് ചോറ് കലവാടി? എന്താ ചോറ് കലവാടി? നീ ഇറങ്ങിപ്പോന്നൊക്കെ എന്താ ചെയ്യാനാടി? ഞാൻ വെച്ച വീടാണ് ഇത്. ഞാൻ വെച്ച വീട് ഇത്. എന്റെ അധ്വാനത്തില് എന്റെ പൈസയിൽ ഉണ്ടാക്കിയ വീടാണ്. അവിടെ ഇറങ്ങിപ്പോ നീ എങ്ങനെ കൊട്ടാരത്തിൽ വാഴ്ത്താൻ പറ്റിയൊരു രാജ്ഞി? ഒരു വല്ല ഗുണമുണ്ട് വീടിന്? തന്നെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ജോലിക്ക് പോയാൽ കിട്ടുന്ന പൈസ മൊത്തം കുടിച്ച് നശിപ്പിക്കുക. എങ്ങനെ കുടിക്കും? മനുഷ്യൻ എങ്ങനെ കുടിക്കാതിരിക്കും? എനിക്ക് നിന്നെ കെട്ടിയെടുത്തതിനൊക്കെ എനിക്ക് ഒരു മനസ്സമാധാനത്തോടെ സാധനം ഉണ്ടായിട്ടുണ്ടാ. ഒന്ന് പണിയെടുത്തിട്ട് വന്നെടുത്ത് ഉറങ്ങണമെങ്കിൽ എനിക്ക് കുടിക്കാതെ പറ്റൂലടി. അങ്ങനത്തെ മൂദേവിയല്ലേ നീ അഹങ്കാരി. അയ്യോ, ഒരു രാജകുമാരൻ വന്നേക്കണ രാജകുമാരൻ. തന്നെ കിട്ടി അന്ന് തുടങ്ങിയ എന്റെ കഷ്ടകാലം. സമാധാനം എന്ന് പറഞ്ഞ എനിക്ക് ഒരു കുടിയില്ല വലിയില്ല. എന്നിട്ട് കിട്ടിക്കഴിയുമ്പോഴാ മൂക്കറ്റം കുടി. ജോലിക്ക് നീ എന്റെ അമ്മയുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ സിഗരറ്റ് മദ്യം എന്തെങ്കിലും തൊട്ടിട്ടുണ്ടോന്ന് നിന്നെ കെട്ടി അന്ന് മുതൽ പോയെന്റെ മനസ്സാണ്. എന്നെ കിട്ടി അന്ന് മുതൽ എന്റെ കഷ്ടകാലം തുടങ്ങി. നിങ്ങൾ എന്റെ അവസ്ഥ തന്നെ കിട്ടിയേക്കണം. എന്തായിരുന്നറിയോ? നിങ്ങളെപ്പോഴും പറയൂലേ ഇതിനകത്ത് കഥ അടച്ചിട്ട് ഇടിക്കുമ്പോ ഞാൻ ഇടിക്കല്, നിങ്ങൾ ഇടിക്കല് പറയല്ലേ? പക്ഷെ സത്യം ഇനിയെങ്കിലും നിങ്ങൾ അറിയണം, എന്റെ എവളെ ഇടിച്ചോണ്ടിരുന്നത്. ഒരാൾ അടങ്ങേ ഇവള് അഹങ്കാരിയാണ്. ഇവള് വക്കീൽക്ക് മൊത്തം ജോലിയുള്ള എന്റെ അഹങ്കാരമാണ് ഇവക്ക്. അതേടോ, എനിക്ക് ജോലിയുള്ളതിന്റെ അഹങ്കാരം തന്നെയാണ്. ഞാൻ ജോലിക്ക് വേണ്ട. ഒരു ചെലവ് എനിക്ക് ആവശ്യമില്ല. നീ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ആരടി എന്റെ അടുത്ത് ഇറങ്ങിപ്പോവാൻ പറയാൻ? നീ ഇറങ്ങിക്കോളൂ. ഞാൻ ഇറങ്ങി പോവില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്കുള്ള ഈ സ്ഥലത്തിന്റെ പൈസ ഞാൻ തരും. അപ്പൊ ഇറങ്ങിക്കോളൂ ഈ വീട്ടിൽ നിന്ന്. അങ്ങനെ സ്ഥലത്തിന്റെ പൈസ മാത്രം തന്നാൻ പറ്റൂല. എനിക്ക് എന്റെ മക്കൾക്കുള്ള ചെലവിനും നഷ്ടപരിഹാരവും തരണം. അങ്ങനെ തന്നെ എന്റെ മക്കൾക്ക് ഞാൻ ചെലവിന് കൊടുക്കും, പക്ഷെ നിനക്ക് തരൂലടി മൂദേവി. നീ ഉദ്യോഗസ്ഥല്ല, ഉദ്യോഗസ്ഥ. ഞാൻ ഉദ്യോഗസ്ഥയാണ്. കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ബാക്കിയുള്ള കഷ്ടപ്പെടുന്ന പറഞ്ഞു കൊടുക്കാൻ കണ്ണി ഞാൻ പൊട്ടിക്കും. അധികം വർത്താൻ വേണ്ട. അടിച്ചിന് പോകും. നിനക്ക് അടിയാൻ വേണ്ട. നിനക്ക് അടി തന്നെ വേണ്ട. നിനക്ക് അടി തന്നെ വേണ്ട. എന്ത് കേൾക്കണം?
നടന്ന് കുടിച്ച് കൂത്താടി നടക്കുന്ന ആളാണ്. ഞാനല്ല, എന്തിനാണ് തനി എവിടാൻ നിൽക്കണത്? ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. വ്യാരീജാതം ജാതകം ആഭൂയം നക്ഷത്രം വിവാഹകർ. അപ്പൊ അങ്ങനെ വന്നത്. ദിനപ്പൊരുത്തം കുഴപ്പമില്ല, അങ്ങനെ കാണുന്നുണ്ട്. ഇനിയിപ്പോ ഗണപ്പൊരുത്തം നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. പിന്നെ മഹേന്ദ്രപ്പൊരുത്തം ഉണ്ട്. അത് പെട്ടുപൊരുത്തണ്ട്. മഹേന്ദ്രപ്പൊരുത്തം അത് കുഴപ്പമില്ല. ഇനിയിപ്പോ എന്താ വെച്ചാൽ ഇതെല്ലാം കൂടെ കൊന്ന് കൂട്ടി കുറച്ച് നോക്കുമ്പോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ ജോത്സരെ. പെണ്ണ് കാണാൻ നടന്ന് ഞാൻ തോറ്റ്. എനിക്കൊരു കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനെന്താ, എന്റെ കൂടെ ഒപ്പം പഠിച്ച പിള്ളേരൊക്കെ കല്യാണം കഴിച്ചപ്പോ അവരുടെ മക്കളൊക്കെ സ്കൂളിൽ പോണേ. എനിക്ക് മാത്രം ഇപ്പൊ ശരിയായിട്ടില്ല, ഒന്നും ആയില്ല. നോക്കാലോ. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയില്ലേ പിന്നെ ഞാൻ ജീവിക്കണ വെറുതെ ജോത്സരെ. പിന്നെ എന്താണ് ഇപ്പൊ ഒരു പ്രശ്നം ഇതിൽ കാണുകയെന്ന് വെച്ചാലേ, രാശിപ്പൊരുത്തില്ല. രാശിപ്പൊരുത്തം വളരെ കുറവാ. നമ്മൾ എങ്ങനെ കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കിയാലും 4.5 പൊരുത്തേ കാണാളൂ. ഇവിടെ നിന്ന് 3-4 അങ്ങോട്ട് വെച്ചാൽ അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെക്കുക നടക്കൂലേ? 4.5 പൊരുത്തം വെച്ചിട്ട് നമ്മളിത്. അയ്യോ അങ്ങനെ പറയല്ലേ. അതാ നല്ലത്. ശരി പറഞ്ഞല്ലോ, ഒരു 8.5 പൊരുത്തം ഉണ്ട് എന്ന് പറയല്ലോ നേരത്തെ. എന്തോ അത് മഹേന്ദ്രപ്പൊരുത്തം. അത് 8.5 പൊരുത്തം ഇല്ലേ? അപ്പൊ ഇപ്പൊ 4.5 ആയില്ലേ? അപ്പൊ അതും ഈ 4.5 കൂടി ആകുമ്പോ 12.5 പൊരുത്തം ഇല്ലേ? അപ്പോൾ 2.5 പൊരുത്തം ബാക്കിയല്ലേ? അങ്ങനെയൊന്നുമല്ല, അതിനൊക്കെ കണക്ക് വേറെയാണേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഇത് വേണ്ടാന്ന് വെക്കുക. താനൊരു കാര്യം ചെയ്യാം. ഒരു 8 10 കുട്ടികളെ പോയിട്ട് കാണുക. എന്നിട്ട് കണ്ടിട്ട് അവരുടെയൊക്കെ ജാതകക്കുറിപ്പ് വാങ്ങിച്ചിട്ട് വരിക. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒറ്റടിക്കട്ട് നോക്കാം. അതാ നന്നാവുക. അല്ല, പെണ്ണ് കെട്ടാനല്ല ജോത്സരെ, എനിക്കൊന്ന് പെണ്ണ് കാണാൻ പോകാനെങ്കിലും ഇത് പൊരുത്തം നോക്കിയിട്ട് ചെന്നാ മതി എന്നാ പറഞ്ഞിപ്പോ എല്ലാവരും. അങ്ങനെയൊന്നും പറയില്ലാന്നേ. ഇത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല, അതാണ്. അല്ല, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ലെറ്റർ പേഡിൽ ഒന്ന് എഴുതി തന്നാ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലാന്നേ. അതല്ലേ താൻ എന്റെ പണി കളയോ? ഞാനിപ്പോ തനിക്ക് അങ്ങനെ വല്ലതും ചെയ്തു തന്നു എന്ന് വിചാരിക്കാം. അമ്മച്ചാണ് ഞാൻ ആരോടും പറയൂല. അല്ല, താൻ പറയൂല എന്നല്ല, എഴുതി തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് താൻ പുറത്തു പോയിട്ട് പറയും. 10 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കഞ്ഞൂടി മുട്ടും. അല്ല ജോത്സരെ, എന്റെ ജീവിതം വെറുതെ ആവും. എനിക്ക് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ്. അങ്ങനെയൊന്നുമില്ലടോ, അങ്ങനെയൊന്നുമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഒന്നുമില്ല, ഇത് വേണ്ട. എന്തായാലും ഇത് വേണ്ട, അത് നടക്കില്ല. എന്നാ പിന്നെ ദക്ഷിണ വെച്ചിട്ടേ പൊക്കോളൂ. ഇത് നടക്കട്ടെ. നടക്കാതെ ഇനി ദക്ഷിണയില്ല. അല്ല, അപ്പോ ദക്ഷിണ മേടിക്കാനിരിക്കുകയാണ്. വേണ്ടവർക്ക് നുണ പറയും. അച്ഛനിങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെയാണ്? ഇത്രയും പ്രായമായിട്ട് പെണ്ണ് കിട്ടാത്തവന്റെ വേദന എനിക്ക് അറിയാൻ പാടുള്ളൂ. എടാ പ്യാരി, നീ സമാധാനമായിട്ട് കുറച്ച് ആളിടാ.
ഈ കല്യാണം പറഞ്ഞത് കഴിക്കാതിരിക്കണവർ ഭയങ്കര കൊതിയായിരിക്കും. കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ അണ്ണാക്കി കുരുങ്ങിയ അവസ്ഥയാണ്. അതായിപ്പോ എന്റെ അവസ്ഥ. അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരൻ്റെ മോളെന്ന് പറഞ്ഞ് എന്റെ തലയിൽ കെട്ടി വെച്ച് തന്നാണ്. ഇപ്പൊ ഞാൻ അനുഭവിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം. എനിക്ക് കല്യാണം കഴിക്കണം. ആ നന്നായി. അച്ഛാ ഇതൊന്നും അല്ല അച്ഛാ. കുട്ടികളില്ലാത്തവരുടെ വിഷമം അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ എന്തൊന്നും മിണ്ടാത്തേ? അച്ഛൻ എന്ത് മിണ്ടാനാണ്? അച്ഛൻ സമയത്ത് കല്യാണവും കഴിച്ച് മക്കളും ഉണ്ടായി സന്തോഷമായിട്ടിരിക്കണം. ഞങ്ങൾ എന്താ ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്ന് അറിയണ്ടല്ലോ. ഇങ്ങനെ ഒരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല സന്തോഷമാണ് അച്ഛനെ. എന്നും മക്കളുടെ പരാതി കേൾക്കാനല്ലേ അച്ഛൻ ഒഴിവുള്ളൂ. എടാ നിനക്ക് വേണ്ടി ഞാൻ എത്ര പെണ്ണ് കാണാൻ പോയടാ. എനിക്ക് പറ്റാണ്ടായപ്പോ എത്ര ബ്രോക്കർമാരെ കണ്ട് കാശ് കൊടുത്തു. കാശ് കൊണ്ടായിട്ട് പോവാന്നല്ലാണ്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിരുന്നോ? ആള് ജാതകം പറഞ്ഞിട്ട് കല്യാണം മുടക്കും. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് കെട്ടിയിട്ട് വന്നൂടെ? ഞാൻ അവിടെ പോയി പ്രേമിച്ചു കൊണ്ടുവരാനാണ്. ഞാൻ വിളിച്ച ഈ കുടുംബത്തോട്ടാന്ന് പറഞ്ഞ ആരെങ്കിലും വരണ്ടേ? മുഴുവൻ ശകുനപ്പഴല്ലേ ഇവിടെ. എടാ നിനക്ക് ഇപ്പോഴേ ഈ കുളത്തിൽ ചാടി ചാവണത് എന്തിന് ഇത്ര ധൃതി കാണിക്കണത്? സമാധാനമായിട്ട് കുറെ നാൾ നടക്കുന്നേ. നിനക്ക് നടക്കാതിരിക്കണാണ് നല്ലത്. അറിഞ്ഞൂടാത്തോണ്ടാണ്. അനുഭവിക്കണവരല്ലേ അറിയൂ. അതെ ഇതിപ്പോ അതൊന്നുമല്ല. കുടുംബത്തിന്റെ എന്തോ ദോഷാണിത്. എല്ലാവർക്കും മേൽക്ക് മേലെ ഓരോന്ന് വരുന്നത് ദോഷ. ഓക്കെ നമ്മുടെ ജ്യോത്സ്യൻ സത്യശീലനെ വിളിച്ചിട്ടൊന്ന് നോക്കിക്കാം. എന്തേലും പ്രതിവിധി കാണാതിരിക്കില്ല. ജ്യോത്സ്യം പറയണ പോലെ ചെയ്താൽ എല്ലാം നടക്കും. അത് കഴിഞ്ഞിട്ട് മതി കാശ് ചെലവായിട്ടുള്ള ചികിത്സയൊക്കെ കേട്ടാ. നാളെ രാവിലെ ജ്യോത്സ്യൻ സത്യശീലം വന്നിട്ട് ഗണിച്ചു നോക്കിയിട്ട് പ്രതിവിധി എന്താന്ന് പറയട്ടെ. എന്നിട്ട് അതുപോലെ ചെയ്യാം.